ജെപിയുടെ ആ തകർപ്പൻ അഭിനയവും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പത്മസൂര്യ ഗംഭീരമായിട്ട് അഭിനയിച്ചു. ഇതിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്നവർ ആത്മാർത്ഥ പ്രണയം കാണിച്ചു തരുന്ന ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ പ്രണയമെല്ലാം അറിയാലോ, ഒരു പോസിറ്റീവാണ് സിനിമ. ഒരുപാട് സന്തോഷം. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുകയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരോടൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആണെങ്കിൽ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നൊക്കെ നല്ല അഭിപ്രായം. ഇനി നിങ്ങൾ കണ്ടിട്ട് പറ. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. കാരണം ആണോ? ഓ സന്തോഷം. ഇതെന്തായാലും ഫേസ്ബുക്കിൽ ഇതൊന്ന് എഴുതണം കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ ചെറിയൊരു പടമാണ്, ആൾക്കാരിലേക്ക് എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്ക്, കാരണം എപ്പോഴും വേർഡ് ഓഫ് മൗത്ത് ആണോ. നമ്മൾ ഈ ഇൻ്റർവ്യൂ കൊടുത്തിട്ടും പരിപാടികളൊന്നും കാര്യമില്ല. പക്ഷേ നിങ്ങൾ പറയുമ്പോഴാണ്, ആൾക്കാർ കണ്ടിട്ട് അടിപൊളിയുണ്ടെന്ന് പറഞ്ഞ് പോയി കാണുമ്പോഴാണ് എപ്പോഴും ഒരു സിനിമ വിജയിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സത്യസന്ധമാണെങ്കിൽ ആൾക്കാർ വരും. അപ്പോൾ താങ്ക് യു. അത് കേട്ടപ്പോൾ സന്തോഷമായി. നിങ്ങൾക്ക് മെൽബേണിലും ബ്രിസ്ബെയിനിലൊക്കെ ഇതേ അഭിപ്രായം കേട്ടെ. ഓസ്ട്രേലിയയിൽ ഇതിൻ്റെ പ്രീമിയർ ഉണ്ടായിരുന്നു. പക്ഷേ മലയാളം ഇവിടുന്ന് കേൾക്കുമ്പോഴല്ലേ നമുക്കത്, ഇവിടെയാണല്ലോ പ്രിഡോമിനൻ്റ്ലി. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്ത പടം കൂടി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ മനസ്സിലാവുന്നത്. വർഷം കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇതേ പറഞ്ഞ പോലെ ബോറടി ഇല്ലാത്ത പടം ഇതൊക്കെ തന്നെ നമ്മൾ കേട്ടത്. അത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. നന്നാവട്ടെ. ഞാൻ കുറേ കാലമായിട്ട് ചെയ്യുന്നൊരു മലയാള പടം. അപ്പോൾ ഇത് തിരക്കേടില്ല എന്ന് വന്നാൽ തന്നെ അടുത്ത പരിപാടികൾ ചെയ്യാനുള്ളൊരു സ്പേസ് ഓപ്പണായി കിട്ടും. കാരണം ഈ പടം പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ പുതിയ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതുവരെ നമുക്കൊന്നും സ്ക്രിപ്റ്റ്സ് വരുന്നൊന്നും എടുത്ത് ചെയ്യാൻ തോന്നിയിരുന്നില്ല. കിട്ടിയതിൽ മെച്ചപ്പെട്ടൊരു സാധനമായിരുന്നു. അത് മാക്സിമം നമുക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഗോവിന്ദ് പത്മസൂര്യയുടെ ഒട്ടും പ്രതീക്ഷിക്കാം. നമ്മളൊരു സാധാരണ രീതിയിലുള്ളൊരു അഭിനയമാണ് അദ്ദേഹത്തിൽ നിന്ന് കണ്ടത്. പക്ഷേ ഒരു മികച്ചൊരു പെർഫോമൻസാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. പൂർണ്ണമായിട്ട് ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ചൊരു മലയാള സിനിമ. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ണിനൊരു കുളിർമയുണ്ട്. കാര്യം ലൊക്കേഷൻ, ഒരു വേറിട്ടൊരു ലൊക്കേഷൻ, നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ നിന്ന് മാറിയിട്ടൊരു ലൊക്കേഷൻ, അവിടുത്തെ ഒരു രീതികൾ, പിന്നെ ഗോവിന്ദ് പത്മസൂര്യ, അതുപോലെ രജിത മേനോൻ, അവരുടെ കുറച്ച് ആർട്ടിസ്റ്റേ ഉള്ളൂ എങ്കിൽ അവരുടെ മികവുറ്റ പ്രകടനം, നല്ല ഗാനങ്ങൾ, റഷീദ് പാറക്കലിൻ്റെ നല്ലൊരു സംവിധാന മികവും ഛായാഗ്രഹണവും എല്ലാം ഒക്കെ നന്നായിട്ടുണ്ട്.